കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഷമ്മി. ഇനി ഒന്ന് റിലേറ്റ് ചെയ്ത് വയ്ക്കേ. എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ അവർ സംസാരിക്കൂ. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, എൻ്റെ ഹാർഡ് വർക്ക് കാരണമാണ് ഇതെല്ലാം കിട്ടിയത്. ഈ എക്സ്ട്രീം ആയിട്ടുള്ള സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ലേ, മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല സാമർത്ഥ്യമായിരിക്കും. അവരെങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവരാരെ വേണേലും യൂസ് ചെയ്യും. അത് ഭാര്യയാണോ അമ്മയാണോ മക്കളാണോ എന്ന് പോലും അവർ നോക്കില്ല. ഈ എമ്പതി എന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് ഉണ്ടാവേയില്ല. ഈ ഈഗോ എന്നൊക്കെ പറയുമ്പം ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന ടൈപ്പ് ഈഗോ എന്നല്ല. ഇവരെന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവലായിരിക്കും. എങ്ങനെയാ, നമുക്ക് ഇങ്ങോട്ട് കേൾക്കാം പക്ഷെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇവരുടെ കാര്യം. ഇവർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം, പക്ഷെ നമ്മൾ പറയുന്നതൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യൂല. അതുപോലെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതൊക്കെ നമ്മളെ തലയിലാവും. അവസാനം നമ്മൾ ചെയ്ത തെറ്റാണിത്, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കാരണമാണ് ഇതുണ്ടായത്, എല്ലാത്തിനും കാരണം നമ്മളാണ്, ആ ഒരു രീതിയിലേക്ക് അവരാക്കും. പിന്നെ ഈ അറ്റൻഷൻ സീക്കിംഗ് ഇല്ലേ, അവരൊരു എക്സാമ്പിളാണ്. ഒരു കല്യാണ വീട്ടിൽ പോയാൽ അവർക്ക് അറ്റൻഷൻ കിട്ടണം. ബ്രൈഡിനെയും ഗ്രൂമിനെയും കാളും എനിക്ക് അറ്റൻഷൻ വേണം, എന്നെ മാത്രം എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ അറ്റൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കും അതിൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്വയംബോധം ഉണ്ടാവില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അവരെ നെഗറ്റീവായിട്ടൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ബോധമൊന്നുമില്ല. സ്വന്തം കാര്യം നടക്കണം, അല്ലെങ്കിൽ സ്വന്തം എനിക്ക് പറയാനുള്ളത് പറയണം, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അടിമകളാണ്, ഇങ്ങനെയുള്ളൊരു തോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ അവർ സ്വയം മാറാൻ ഒരിക്കലും ശ്രമിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം, അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ, ഞാനൊരിക്കലും മാറില്ല. അങ്ങനൊരു ചിന്താഗതിയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കുള്ളത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ചിലപ്പോൾ പറയും, ഇത് നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്, നിൻ്റെ ലക്ക് കൊണ്ടാണ് കിട്ടിയത്, നിനക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനും വലിയ കൊമ്പത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അവരെ തന്നെ പൊക്കി പറയാൻ നോക്കും. എന്നിട്ട് ആ ഒരു ഓപ്പോസിറ്റുള്ള ആളെ മാക്സിമം എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ ആ രീതിക്കൊക്കെ ശ്രമിക്കും. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്നെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മാക്സിമം അവർ വിട്ടു പോകാൻ നോക്കുക.